വ്യക്തിയും തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനെ പി ജയരാജൻ തീർച്ചയായിട്ടും അതിശക്തമായിട്ട് ഒരു ഊർജ്ജമായി മാറിത്തീരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഉള്ള അതിശക്തമായിട്ടുള്ളൊരു പ്രചരണം വരികയും പ്രത്യേകിച്ച് വടകരയിൽ വരുന്ന സമയത്ത് ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നിലപാട് എന്ന് പറയുന്ന ചോദ്യം വളരെ ശക്തമായിട്ട് ഉയർന്നു വരും എന്നുള്ളതാണ്. ഈ വിഷയം വരുന്ന സമയത്ത് പോലും CPM-നെ സംബന്ധിച്ചിടത്തോളം ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് പി ജയരാജൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവിടെ പി ജയരാജനെ തോൽപ്പിക്കാനായിട്ട് കഴിയുന്നൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്ന രമ പൊതു സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് ആലോചിക്കപ്പെടുന്നൊരു വിഷയമായിരിക്കും രാഷ്ട്രീയമായിട്ട്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പൊതു സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ തീർച്ചയായിട്ടും അത് CPM-നെ വൻ വെല്ലുവിളിയായിട്ട് മാറിത്തീരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പി ജയരാജന് ജയിച്ചു കയറാനുള്ള ഇടമായിട്ടും അത് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയമായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യം. അതങ്ങനെ കാണേണ്ടതാണ്. അങ്ങനെ കാണാതിരിക്കുന്നത് നമുക്ക് അന്ധമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നതിൻ്റെ പേരിൽ പറയാവുന്നൊരു കാര്യം. മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിൽ CPM എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് തത്വാധിഷ്ഠമായിട്ടുള്ള നിലപാട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ജയിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള മുദ്രാവാക്യത്തെ മുന്നിൽ വെക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന UDF-ന്റെ സാധ്യതാ പട്ടികയുണ്ടല്ലോ, ആ പട്ടിക പൊളിച്ചെഴുതേണ്ടി വരില്ലേ? ഇപ്പോൾ LDF-ന്റെ ഈ പട്ടികയുടെ കരുത്ത് കാണുമ്പോൾ ജയസാധ്യതയുള്ളവരെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുകയാണ്. പാർട്ടിക്ക് കിട്ടാവുന്നതിൽ പരമാവധി ആളുകളെ കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെയുള്ള പേയ്മെന്റ് സീറ്റ് വിവാദമോ അങ്ങനെ ഒന്നുമില്ല. ജയം മാത്രം ലക്ഷ്യമിട്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ UDF-ന്റെ പട്ടികയിലും അതനുസരിച്ചുള്ള മാറ്റം അനിവാര്യമായി മാറുകയല്ലേ? MLA-മാർ മത്സരിക്കുന്നതിനെ കളിയാക്കുന്നുണ്ട് UDF. പക്ഷേ MLA-മാരെ പോലും അണിനിരത്തേണ്ടി വരില്ലേ UDF-ന്? അല്ല, MLA-മാർ മത്സരിക്കാൻ വരുന്നത് തന്നെ MLA-മാരെല്ലാം നമ്മുടെ നാട്ടിൽ ഒരുതരം നാടുവാഴികളായി മാറിയിരിക്കുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് അത്ര ശക്തമായിട്ടുള്ള സ്വാധീനം നിലവിലുണ്ട്. അത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതുപയോഗിച്ചുകൊണ്ട് എങ്ങനെ രാഷ്ട്രീയത്തിൽ വിജയം നേടാൻ കഴിയാം എന്ന് പറയുന്ന ഒരു അന്വേഷണമാണ് എൻ്റെ തൊള്ളൽ. അത് തന്നെയാണ് കുമ്മൻ രാജശേഖരനെ യഥാർത്ഥത്തിൽ ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് BJP എടുക്കുന്ന സമീപനം അത് തന്നെയാണ്. കോൺഗ്രസും ഇതേ സമീപനം തന്നെ സ്വീകരിച്ചു കൂടായില്ല. ഇപ്പോൾ ഇന്നസെൻറ്റിനെതിരെ വേണമെങ്കിൽ റോണി M. ജോണിനെ മത്സരിപ്പിക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നസെൻറ്റ് പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന രാഷ്ട്രീയ നിരീക്ഷണം നമ്മുടെ ചുറ്റുപാടും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും ഇപ്പോൾ അവരുടെ ആലോചനയിലുള്ളതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ വരുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചാൽ മാത്രമാണ് അവർക്ക് നല്ലൊരു മത്സരം ഇവിടെ ഉണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഒരു കക്ഷി വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മുന്നിൽ വെക്കുന്ന സമയത്ത് അതിനോട് മത്സരിക്കാൻ പ്രാപ്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനായിട്ടുള്ള ബാധ്യത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് ആദ്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഈ ലിസ്റ്റ് വന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും മഞ്ജുഷ് പറഞ്ഞതുപോലെ അവിടെ മാറ്റി സ്ഥാപിക്കൽ തീർച്ചയായിട്ടും UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യത. UDF-ന്റെ കാര്യത്തിൽ മാത്രമല്ല, BJP-യുടെ കാര്യത്തിലും അത്തരത്തിലുള്ള സമീപനങ്ങൾ നമ്മൾ കളങ്കിതരുടെ കാര്യം കൂടുതലായിട്ട് ചർച്ച ചെയ്തു. പക്ഷേ ഈ പട്ടികയിലെ കരുത്ത് കൂടി നോക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ആലപ്പുഴയിൽ ഇപ്പോൾ KC വേണുഗോപാൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ആരിഫ് MLA അവിടെ മത്സരിക്കാൻ വന്നതോടുകൂടി UDF-ന് സ്വാഭാവികമായിട്ടും വേണുഗോപാലിനെ തന്നെ ഇറക്കേണ്ടി വരും എന്ന രീതിയിലേക്ക് ചിന്ത പോകുമല്ലോ. ഇത് ഒരു ഉദാഹരണം മാത്രം എടുത്തു പറഞ്ഞതാണ്. അല്ല, അവിടെ ഓരോ സ്ഥലത്തും രാഷ്ട്രീയത്തിന് നേരത്തെ പത്തനംതിട്ടയുടെ കാര്യം പറഞ്ഞു. പത്തനംതിട്ടയിലെ അത് രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയം എന്നുവെച്ചാൽ ഒന്ന് കത്തോലിക്കരും അതേപോലെ ഓർത്തഡോക്സുകാരും തമ്മിലുള്ളതായിട്ടുള്ള മത്സരമാക്കി മാറ്റുന്ന തരത്തിലേക്ക് രാഷ്ട്രീയം വേണമെങ്കിൽ മാറിത്തീരാൻ സാധ്യതയുണ്ട്. ആലപ്പുഴയിലും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ജാതി സമവാക്യങ്ങളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യതകളുണ്ട്. തെരഞ്ഞെടുപ്പ് വല്ലാത്ത തരത്തിൽ പലയിടങ്ങളിലും രാഷ്ട്രീയമല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. ജയിക്കാൻ എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കണമോ ആ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ജയിക്കുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു രാഷ്ട്രീയ പാർട്ടിയും പ്രത്യേകിച്ച് മാറി നിൽക്കുന്നവരോ അനന്യമായിട്ടുള്ള രാഷ്ട്രീയ സ്വഭാവം കാണിക്കുന്നവരോ അല്ല എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. ശരി, ശ്രീ രാജു എബ്രഹാം, ശിവശങ്കർ പറഞ്ഞ കാര്യത്തിന് ആദ്യം മറുപടി പറയുക. പിന്നെയും കുറേ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്.
ഈ പട്ടികയെക്കുറിച്ച് ജോസഫ് വാഴക്കൻ പറഞ്ഞ കാര്യം, പിന്നെ ശിവശങ്കർ പറഞ്ഞ കാര്യം, ഇതൊക്കെയുണ്ട്. പത്തനംതിട്ട, തൃശ്ശൂർ, തിരുവനന്തപുരം ഈ 3 മണ്ഡലങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ പത്തനംതിട്ടയ്ക്ക് കൂടുതൽ ശക്തി കൊടുത്തുകൊണ്ട് ശിവശങ്കർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം BJPക്കെതിരെ കളിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവർ കരുത്തരെന്ന് പറയുവാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് വീണ ജോർജിന്റെ കാര്യം എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു MLA ആണ് മത്സരിക്കുന്നത് ശരി തന്നെയാണ്, പക്ഷെ അവിടുത്തെ ലക്ഷ്യം മറ്റൊന്നാണെന്ന്. അല്ല മഞ്ജുഷ, ഇവിടെ മുമ്പേ ഞാൻ വിട്ടുപോയത് സമയം കിട്ടാതിരുന്നത് പി ജയരാജൻ്റെയാണ്. പി ജയരാജൻ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. അദ്ദേഹത്തെ RSSകാർ വീട്ടിൽ കയറിയാണ് വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. നേരിയ വിദഗ്ധ ചികിത്സ കിട്ടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള, തീർച്ചയായിട്ടും പി ജയരാജൻ കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിലെ ഉയർന്നു നിൽക്കുന്ന RSSൻ്റെ ഭീകരതയുടെ രാഷ്ട്രീയത്തിൻ്റെ, കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഇരയായി തീർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വലിയൊരു ജനപിന്തുണയുണ്ട്. ഇന്ന് അവിടുത്തെ ജനങ്ങളാകെ ആവേശത്തിലാണ്. CPMകാർ മാത്രമല്ല, അവരെയൊക്കെ ഒഞ്ചിയത്തെ പ്രശ്നവുമായിട്ടും ഒക്കെ ആയിട്ട് കൂട്ടിച്ചേർത്ത് ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ അതെല്ലാം പരമപുച്ഛത്തോടു കൂടി തള്ളിക്കളയും. വധക്കേസിലെ അന്വേഷണത്തെ ഒക്കെ CPM നേരിടുന്നതെങ്കിൽ അതും ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നാണോ? ഇന്ന് കോടിയേരി ഒരു വശം മാത്രമേ പറഞ്ഞുള്ളൂ, ഈ തുന്നിച്ചേർത്ത കൈയുടെ കാര്യം മാത്രം. അല്ല മഞ്ജുഷ എന്താ ജയരാജനെതിരെയുള്ള ആക്ഷേപം? എന്താ ആശുപത്രിയിൽ ഇരുന്ന ജയരാജൻ അറിഞ്ഞിരുന്നു എന്ന സംശയം വെച്ചുള്ള കേസാണ് ഇതൊക്കെ. ഇവിടെ നിൽക്കാനാണ് ഇതൊക്കെ. തൽക്കാലം CBI കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങളല്ലേ നിൽക്കത്തുള്ളൂ. ഇതൊന്നും ഒരു കോടതിയുടെ മുന്നിൽ, സാമാന്യ ബുദ്ധിയുള്ള ഒരു ജഡ്ജിൻ്റെ മുന്നിൽ ചെന്നാൽ ഇതെല്ലാം വലിച്ചു കയറി ദൂരെ കളയത്തില്ലേ? അത് ആരോപണത്തിന് വേണ്ടിയുള്ള ആരോപണമാണ്. ഇവിടെ വീണ ജോർജിനെ പറ്റി പറഞ്ഞു. വീണ ജോർജിൻ്റെ മാതാവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ അല്ലായിരുന്നോ? ഒരു പാരമ്പര്യമില്ല. എന്തായി പറയുന്നത്? കഴിഞ്ഞ തവണ വീണ ജോർജ് മത്സരിക്കാൻ വന്നപ്പോഴും ഇതുപോലെ തന്നെ ഒരു സഫയുടെ ലേബലിലേക്ക് ഒതുക്കാൻ വേണ്ടി നോക്കി. ഇവിടുത്തെ ജനങ്ങൾ അതിനെയെല്ലാം പരമപുച്ഛത്തോടെ തള്ളിക്കളഞ്ഞ് വലിയ മൃഗീയ ഭൂരിപക്ഷത്തിലല്ലേ വീണ ജോർജിനെ ഇവിടെ പത്തനംതിട്ട ജയിപ്പിച്ചത്. അപ്പം വീണ ജോർജ് നിയമസഭയിൽ നടത്തിയ ആ പെർഫോമൻസ് നിയോജക മണ്ഡലത്തിന് വേണ്ടി നടത്തിയ, അതാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനും BJPക്കും സ്ഥാനാർത്ഥികളെ നിർത്താൻ ഭയമായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം അത്ര വലിയ ജനപിന്തുണയും സ്വീകാര്യതയുമുള്ള സ്ഥാനാർത്ഥികളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ഇവിടെ ശിവശങ്കർ പറഞ്ഞു ഞങ്ങൾ ഒരു ചെറിയ പാർട്ടിയാണ്. ഞങ്ങളൊരു വലിയ പാർട്ടിയൊന്നുമല്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഇന്ന് ഞങ്ങൾക്ക് 7 സംസ്ഥാനങ്ങളിൽ MLAമാരുണ്ട്. അതുമാത്രം മനസ്സിലാക്കുക. ഞങ്ങൾ രാജസ്ഥാനിൽ 2 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. അതൊന്നും ചെറിയൊരു കാര്യമല്ല. കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ കുത്തക സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ചെറുതായിട്ടെങ്കിലും കാല് വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളത് കൊണ്ട് തന്നെ ആ രാഷ്ട്രീയവും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാവണം. മതേതരത്വം കേരളത്തിൽ പുലരുന്നത് പോലെ തന്നെ രാജ്യമാകെ ഇന്ന് രാജ്യത്ത് നടക്കുന്ന പശുവിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വർഗീയതയുടെ പേരിലാണെന്നുണ്ടെങ്കിലും നടക്കുന്ന നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു മതേതരത്വ ഗവൺമെൻറ് കേന്ദ്രത്തിൽ ഉണ്ടാവണം. അതിന് ഉറച്ച പിന്തുണ, അതിന് ഉറച്ച ഒരു ഇടതുപക്ഷ പിന്തുണ, അതാണ് ഞങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. UDFും എന്ന് ശരിയാണല്ലോ. കരുത്തിന്റെ കാര്യം പറയുമ്പോൾ 6 സിറ്റിംഗ് MPമാർ ജയം ശീലമാക്കിയ ആളുകളും അക്കൂട്ടത്തിലുണ്ട്. പിന്നെ ജയിച്ചു പരിചയമുള്ള 6 MLAമാർ. യുവാക്കളുടെ പ്രാതിനിധ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ VP സാനു SFIയുടെ ദേശീയ പ്രസിഡന്റ് മത്സരിക്കുന്നു. വനിതകളുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ 2 വനിതകൾ. ഇതിൽ കൂടുതൽ കരുത്തുള്ള ഒരു പട്ടിക ഏത് മുന്നണിക്ക് സംഭാവന ചെയ്യുവാൻ കഴിയുമെന്നാണ്? ഏത് മുന്നണി എന്ന് പറയണ്ട, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പം കാണാതെ ആരാണ് കരുത്തുള്ളതെന്നുള്ളത്. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, 6 MLA വരെ മത്സരിച്ചാലും കേരളത്തിൽ ബൈ ഇലക്ഷൻ വരുമെന്ന് നമ്മളാരും ഭയപ്പെടണ്ട. ഒരു കാരണവശാലും ബൈ ഇലക്ഷൻ ഉണ്ടായാലും, കാരണം 6 എണ്ണം ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ബൈ ഇലക്ഷൻ കേരളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം ഒരു MLA പോലും മത്സരിപ്പിക്കാനില്ല എന്ന് UDFനും തീർത്ത് പറയുവാൻ കഴിയില്ലല്ലോ.
അല്ല MLA എന്നുള്ള മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇടതുമുന്നണി നിർത്തിയിരിക്കുന്ന 6 സീറ്റുകളിലും 6 MLA സീറ്റുകളിലും ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല. അത് ഞാനിപ്പോൾ തറപ്പിച്ച് പറയാം. കാരണം ഇത് ദേശീയ രാഷ്ട്രീയമാണ്. ഇവിടെ കോൺഗ്രസ് വേണോ BJP വേണോ നരേന്ദ്രമോദി വേണോ രാഹുൽ ഗാന്ധി വേണോ എന്നുള്ളൊരു ചോദ്യമേ ഉള്ളൂ. അതിനകത്തൊന്നും ഇടതുപക്ഷത്തിനൊന്നും ഒരു പ്രസക്തിയൊന്നുമില്ല. ഇടതുപക്ഷം അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി 2ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ആളുകളെയൊക്കെ നിർത്തി. കാരണം വോട്ടുകളുടെ എണ്ണം വല്ലാതെ താഴെ പോയാൽ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോലും നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരണക്കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്, അതല്ലാതെ ഇതൊന്നും ജയിക്കാൻ വേണ്ടിയിട്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായി ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടം നടക്കുക. അവിടെ ഒന്നും ഇവർക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല ദേശീയ രാഷ്ട്രീയത്തിൽ. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഞാൻ സമ്മതിക്കാമായിരുന്നു. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ ഇതൊന്നും അല്ല നടക്കാൻ, ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇതല്ല നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവർ ഈ പറയുന്ന ഉദാഹരണമാണ് ജോസഫ് വാഴക്കൻ. 2004 നമ്മളോട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. അതാണ് ഇന്ന് CPM ഉയർത്തിക്കാട്ടുന്നത്. 2004 ചിത്രമൊക്കെ വേറെയാണ്. ആ ചിത്രമൊന്നും അല്ല ഇന്ന് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആരുണ്ടിപ്പോൾ? ഏത് വിഭാഗമുണ്ട്? ജനങ്ങളിൽ ഏത് വിഭാഗമുണ്ട് പിന്തുണയ്ക്കുന്നത്? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിത്തെടുത്ത് കുത്തുക. ഇപ്പം എങ്ങനെയും പിടിച്ചു നിൽക്കാൻ 3ാം സ്ഥാനത്തേക്ക് എത്ര സീറ്റുകൾ പോയാലും അത്ഭുതപ്പെടാനില്ല. ചില സീറ്റുകളിൽ 3ാം സ്ഥാനത്തേക്ക് ആ നിലയിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ അങ്ങ് ഇറക്കിയെന്ന് വെച്ചുകൊണ്ടൊന്നും ഇവിടെ ഒരു വിജയവും നേടാൻ പോകുന്നില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മെറിറ്റ് അപ്പം നമുക്ക് മനസ്സിലാകും. ഇതൊരു ദേശീയ പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അല്ല തീരുമാനിക്കേണ്ടത്, ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ വേണം ഇതൊക്കെ തീരുമാനിക്കാൻ. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയൊന്നും വലിയ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 7 സംസ്ഥാനങ്ങളിൽ MLA പറഞ്ഞു. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനത്തും ഉണ്ടായിരുന്നതാണ്. പല സംസ്ഥാനത്തും നിർണായക ശക്തിയായിരുന്നു. ലോക്സഭയിൽ പ്രതിപക്ഷമായിരുന്നു, പ്രതിപക്ഷ നേതാവ് വരെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എവിടെ പോയി നിൽക്കുക? എവിടെയുണ്ടെന്നാണ് ഈ പറയുന്നത്? ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? BJPയെ നേരിടാൻ, RSSനെ നേരിടാൻ എന്ത് ചെയ്യാൻ, എന്ത് സംഭാവന ചെയ്യാൻ കഴിയും? വെറുതെ വർത്തമാനം പറയുന്നു. ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ശിവശങ്കർ, നേരത്തെ രാജു എബ്രഹാമും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് സ്ഥാനാർത്ഥി നിർണയ പട്ടിക പുറത്തിറക്കിക്കൊണ്ട് പറഞ്ഞ കാര്യവുമുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് താങ്കൾ പറഞ്ഞിരുന്നു, ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഈ പട്ടിക ഇറക്കാൻ കഴിഞ്ഞതിൻ്റെ ഗരിമ എടുത്തു പറഞ്ഞുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയെ എതിർത്തുകൊണ്ട് താങ്കൾ പറഞ്ഞതാണ്, ഒരു സംസ്ഥാനത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ ഇടതുപക്ഷത്തിന്, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ദേശീയ തലത്തിലാണ് തീരുമാനം വരേണ്ടതെന്ന്. പക്ഷേ നിങ്ങളുടെ പാർട്ടിക്ക് കേരളത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയം ഏതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ? ഇപ്പോൾ ഘടകകക്ഷികൾ ഏതാനും പേരുണ്ടല്ലോ, അവരെ പോലും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട്, ഇപ്പോൾ കോട്ടയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ PC തോമസ് ആദ്യം തന്നെ അവതരിച്ചതാണല്ലോ ഞാനാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ പോലും തർക്കം ഉടലെടുക്കുകയുണ്ടായി. ഇതുവരെ 1 ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം മാത്രമാണ് അതിന് അപവാദമായി വരുന്നത്. അതും കുമ്മനത്തെ രാജിവെച്ച് കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്കും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പട്ടികയെ വിമർശിക്കുമ്പോൾ അവർ കാണിച്ച ഈ വേഗതയുണ്ടല്ലോ, അതിനെയും അംഗീകരിക്കേണ്ടതാണ്. മഞ്ജുഷേ, വേണമെങ്കിൽ താങ്കൾക്ക് അതിനെ വേഗത എന്ന് പറയാം. എന്നാൽ നോക്കൂ, ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം VS ഗ്രൂപ്പിനെ പൂർണ്ണമായും വെട്ടിനിരത്തിയിരിക്കുന്നു. ആകെ പറയാനുള്ളത് KP സതീഷ് ചന്ദ്രൻ, പഴയ VS ഗ്രൂപ്പുകാരൻ. പക്ഷേ അദ്ദേഹവും കാല് തൊട്ടു വന്നിച്ച് പിണറായിക്ക് കീഴടങ്ങിയതിന് ശേഷമാണ് അവിടെ സ്ഥാനാർത്ഥിയായത്. പിന്നെ ഏത് സ്ഥാനാർത്ഥിയാണ്? അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ സുജാതയടക്കമുള്ള പലരെയും വെട്ടിനിരത്തിക്കൊണ്ട് VS പക്ഷത്തിനെ വെട്ടിനിരത്തി നാമാവശേഷമാക്കി പിണറായി ഗ്രൂപ്പിൻ്റെ അപ്രമാദിത്വം ഈ പാർട്ടി ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് VS അച്യുതാനന്ദനെ ഇറക്കി ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയം ഉണ്ടാക്കാമെന്ന് അവർ വിചാരിക്കേണ്ട. അപ്പോൾ ഒരു പ്രശ്നം വരും. ഇവിടെ പിണറായി വിജയൻ മാത്രമാണ് വേണമെങ്കിൽ പറയാവുന്ന ഒരു ക്രൗഡ് പുള്ളർ. യെച്ചൂരിക്കോ മറ്റു നേതാക്കൾക്കോ ഇവിടെ വന്നിട്ട് കോൺഗ്രസിനെ കുറ്റം പറയാൻ സാധിക്കുമോ? പറ്റില്ലല്ലോ. കാരണം സഖ്യകക്ഷികളല്ലേ അപ്പുറത്തുള്ളവരെല്ലാം. അതുകൊണ്ട് രാജു എബ്രഹാം പറയുന്നുണ്ടല്ലോ, കേന്ദ്രത്തിൽ പോയിട്ട് ഇവർ മതേതര ജനാധിപത്യ സഖ്യമുണ്ടാക്കും, അതിനെ പിന്തുണയ്ക്കുമെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നല്ലേ, ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നല്ലേ? അപ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഡയറക്റ്റ് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പോരെ? എന്തിനാ ഈ ഒരു കൊറിയർ സർവീസ്
സർവീസ് പോലെ രാജു എബ്രാമിന് വോട്ട് ചെയ്തിട്ട് അവിടെ പോയി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ സാധാരണ ജനങ്ങൾ ചിന്തിക്കും. അത് കാരണം ഇവർക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഈ പേപ്പറിൽ പവർഫുൾ ആൾക്കാർ, ശക്തിയായ ആൾക്കാരെന്ന് പറഞ്ഞാലും തിരഞ്ഞെടുപ്പിൻ്റെ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഇവർക്ക് പവർഫുൾ ആയിട്ടുള്ള ക്രൗഡ് പുള്ളേഴ്സ് ഇല്ല. പിണറായി വിജയൻ അദ്ദേഹത്തിന് തന്നെ ശാരീരികമായ പല അസ്വസ്ഥതയുമുണ്ട്. എത്രത്തോളം യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അങ്ങനെ നോക്കുവാണെങ്കിൽ കേന്ദ്ര നേതാക്കളെ വരുത്താൻ പറ്റില്ല. ഇവരുടെ ഏറ്റവും നല്ല ഒരു നേതാവെന്ന് പറയാൻ പറ്റിയ VS അച്യുതാനന്ദനെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ആ ഗ്രൂപ്പിനെ മുഴുവൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. പോരാത്തതിന് ഇവിടെ എണ്ണി പറഞ്ഞുകൊണ്ട് ഇന്നസെൻ്റ് അടക്കം, ഈ രാജു എബ്രാം നേരത്തെ പറഞ്ഞ ഇടുക്കിയുടെ പൊന്നോമന പുത്രനടക്കം, അൻവർ അടക്കമുള്ള എല്ലാവരും ഇപ്പോൾ ഏറ്റവും വലിയ ചെളിക്കുഴിയിലാണ്. അവർക്കെതിരെയുള്ള പുതിയ ആരോപണവും വന്നിരിക്കുന്നു. ഇതുമാത്രമല്ല, ഇന്ന് സംസ്ഥാന ഭരണത്തിൻ്റെ ഏറ്റവും പരിതാപകരമായ കാര്യവും ചർച്ച ചെയ്യപ്പെടും. അതും മറക്കരുത്. 8 കർഷക ആത്മഹത്യ. രാജു എബ്രാം മറന്നാലും അത് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ വരും. അതുപോലെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞപ്പോൾ വിരലിലെണ്ണാവുന്ന 4-5 ആളുകൾ അവരുടെ കാര്യത്തിലെ ആക്ഷേപം ഉന്നയിക്കുവാൻ കഴിയുന്നുള്ളൂ. ഈ സിറ്റിംഗ് എംപിമാരിൽ ഇന്നസെന്റിന്റെ കാര്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആക്ഷേപം വരുന്നുള്ളൂ. സമ്പത്തിന്റെ കാര്യം എടുത്താലും, MP രാജേഷിന്റെ കാര്യം എടുത്താലും, ബിജുവിന്റെ കാര്യം എടുത്താലും, ശ്രീമതി കാര്യം എടുത്താലും ഇത്തരത്തിലുള്ള ആക്ഷേപം വരുന്നില്ലല്ലോ. കളങ്കിതർ എന്നുള്ള ആക്ഷേപം. എൻ്റെ മഞ്ജുഷ, ഞങ്ങൾ ഇത് ഈ 2 കാലുമേയും തലയിലും മന്ദായിട്ടിരിക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞ ശ്രീമതി ടീച്ചർ, നമുക്കറിയാം ആ പാവം അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നതെന്ന്. എന്തെങ്കിലും ഒരു നേട്ടം ഇവർക്കെങ്കിലും പറയാനുണ്ടോ ആ പാവത്തെക്കുറിച്ച്? ഞാൻ വിടുന്നു, കൂടുതലൊന്നും പറയുന്നില്ല. സമ്പത്ത് മാന്യനാണ്, പക്ഷേ ഇവിടെ കിടന്ന് കരഞ്ഞുണ്ടാക്കുന്ന കുറച്ച് രാഷ്ട്രീയ ലേബലല്ലാണ്ട് അദ്ദേഹത്തിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ ചോദിച്ച പോലെ P ജയരാജൻ CBI എന്ന് കേട്ടാൽ 2 പ്രാവശ്യം ബോധം കെട്ട് വീണ മനുഷ്യനാണോ അവിടെ പോയിട്ട് ഇവിടുത്തെ സാധാരണക്കാരനെ രക്ഷിക്കാൻ പോകുന്നത്? അപ്പോൾ കൊലപാതകൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പവർ പൊളിറ്റിക്സിൻ്റെ ടാക്ടിക്സ്. കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുവാനായിട്ട് വടകര കൊണ്ടുവിട്ടു. കണ്ണൂരിൽ നിന്നാൽ പോലും വിജയിക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സ്ഥാനാർത്ഥികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വാസവൻ്റെ കാര്യം ഇദ്ദേഹം പറഞ്ഞു, PSN പറഞ്ഞു, രാജീവിൻ്റെ കാര്യം പറഞ്ഞു. ഓരോ സ്ഥാനാർത്ഥികൾ എടുത്താൽ അതാത് ഭാഗങ്ങളിൽ വ്യക്തമായി അവർക്കെതിരെയുള്ള കാര്യങ്ങളുണ്ട്. ആരിഫ് ഒന്നും അങ്ങനെ വിജയിക്കാൻ പോകുന്നില്ല. അവിടെ ആ തിരഞ്ഞെടുപ്പിൽ അരൂര് ചില നേട്ടങ്ങൾ ഉണ്ടായെന്ന് വെച്ചിട്ട് ആലപ്പുഴയിൽ മുഴുവനും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള തിളക്കമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ ചില പ്രശ്നങ്ങൾ കാരണം ആരെയും കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഈ അരീഫ് എന്നുള്ള ഒരു വ്യക്തിയെ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ SFIയുടെ നേതാവിനെ, അതും എനിക്ക് സംശയമുണ്ട്, ഇത് മുസ്ലിം ലീഗുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണോ എന്ന്. ആ മനുഷ്യനെ കൊണ്ടൊന്നും അവിടെ വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമായി മറ്റു സ്ഥലത്ത് മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് ക്യാൻവാസ് ചെയ്തുകൊണ്ട് ചില ഭാഗത്ത് വിജയിക്കുവാനും അവിടെ മുസ്ലിം നേതാക്കളെ വിജയിപ്പിക്കാനുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമായി ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പേയ്മെൻറ്റ് വിവാദം പോലെ തിരുവനന്തപുരത്തുണ്ടായ അതേ പ്രശ്നം തന്നെ മലപ്പുറത്തും ഇവിടെ പത്തനംതിട്ടയിലും തൃശ്ശൂരും എല്ലാം വരാൻ പോവുകയാണ്. ശിവശങ്കർ പറഞ്ഞ പോലെയുള്ള ഒരു ആരോപണം, അത് കഴമ്പുള്ള ഒരു ആരോപണമാണോ അതോ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമായി കണക്കാക്കിയാൽ മതിയോ? അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് വരുന്ന സമയത്ത് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരും. അതിന് മറുപടി അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ സമയത്ത് നിർവഹിക്കുകയും ചെയ്യും. അത് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിലേക്ക് പോകുന്ന സമയത്ത് മാത്രം സംഭവിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നിരിക്കുന്നു. ഇനി ഇതിനെ തുടർന്ന് മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ വരാനിരിക്കുന്ന സമയത്ത് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ എന്ത് തരത്തിലുള്ളതായിട്ടുള്ള സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതിന് നമ്മൾ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിലെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ട് നേടുന്ന കാര്യത്തിൽ പ്രഗത്ഭരായിരുന്നു എന്ന് തെളിയിച്ചവരാണ്. അവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയത്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. വോട്ട് നേടി ജയിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ വോട്ട് നേടി ഒരു സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവരുടെ രാഷ്ട്രീയം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഈ ലോകത്താരും തന്നെ വിശ്വസിക്കില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് വോട്ട് നേടാനുള്ള കഴിവെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ജനാധിപത്യ രാഷ്ട്രീയത്തിനകത്ത് നമുക്ക് സ്വീകാര്യമല്ലാത്തതായിട്ടുള്ള വഴികളിലൂടെ പോലും നടക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനായിട്ടുള്ള കരുത്തുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്തായാലും ജയസാധ്യത മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് LDFന്റെ ഈ പട്ടിക എന്ന കാര്യം വ്യക്തമാണ്. നന്ദി. സൂപ്പർ പ്രൈം ടൈമിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം T. പത്മനാഭനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.